ജോൺ ബ്രിട്ടാസ് ഒരു പ്രസ്താവന നടത്തി. ജോൺ ബ്രിട്ടാസിന് ചില കുറവുണ്ടല്ലോ, അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അദ്ദേഹം പറഞ്ഞത് സുരേഷ് ഗോപിന് വീണ്ടും കേക്കുമായിട്ട് അരമനകളിൽ പോയേക്കാം, അതുപോലെ തന്നെ കിരീടം മാതാവിന് സമർപ്പിക്കാൻ, അതായത് മതപ്രീണനം വീണ്ടും അവർ നടത്താൻ വരുമെന്ന് പറയുമ്പോഴേ അത് ഇവര് ഇപ്പൊ ബ്രിട്ടാസ് പറഞ്ഞു, അതിന് വിപരീതം മറ്റോ ആൾ പറയും സുരേഷ് ഗോപി. ഇവർ രാഷ്ട്രീയ കളി എത്രയേ ഉള്ളൂ. ജനങ്ങൾ അങ്ങനെ തോന്നുന്നുണ്ടോ? മതപ്രീണനം കൊണ്ടാണ് അതോ സ്വന്തം വ്യക്തിപ്രഭാവം കൊണ്ടായിരിക്കോ തൃശ്ശൂരിലെ സുരേഷ് ഗോപി ജയിച്ചത്? തീർച്ചയായിട്ടും. എന്തുകൊണ്ടായിരിക്കും? അത് സിനിമ നടനാണ് പ്രത്യേകിച്ച്. പിന്നെ രാഷ്ട്രീയ കളിയിൽ വേറെയുണ്ട്. കോൺഗ്രസ്സുകാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവാം, കമ്മ്യൂണിസ്റ്റുകാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവാം. ഇതൊന്നും നമുക്ക് വ്യക്തമല്ല. പക്ഷേ ജനങ്ങൾ സാധാ എന്നെ പോലെ ജനങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളുകളിൽ അറിയാം എന്നുള്ളതാണ് സത്യം. അത് മനസ്സിലാക്കാതാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ജീവിച്ചു പോകുന്നു. രാഷ്ട്രീയക്കാർ അവരാണ് ബുദ്ധിമാന്മാരത്. സത്യം അതല്ല. ജനങ്ങൾക്ക് ഇതെല്ലാം അറിയാം. ഇവർ ഞങ്ങളെ കാലാകാലങ്ങൾ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കും, ഏത് പാർട്ടി വന്നാലും. സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചത് പ്രഭാവമാണ്. കാരണം എനിക്ക് അവിടുത്തെ രാഷ്ട്രീയം അറിയാം. ഞാൻ അവിടെ 18 കൊല്ലം ജീവിച്ചതാണ്. അവിടുത്തെ രാഷ്ട്രീയം കമ്മ്യൂണിസമാണ് പണ്ടേ. അപ്പോൾ അവിടെ സുരേഷ് ജയിച്ചുവെങ്കിൽ ആണ് സപ്പോർട്ട് കമ്മ്യൂണിസ്റ്റുകാരായിരിക്കും. ഒരു 100%. കാരണം വർഷങ്ങളായിട്ട്, ഒരു 60 വർഷമായിട്ട് കമ്മ്യൂണിസ്റ്റ് വളരുന്ന ഒരു ജില്ലയാണ് തൃശ്ശൂർ. അപ്പോൾ അതിന് വ്യക്തമായിട്ട് അറിയാം. കരുണാകരൻ സാർ ഉള്ളത് കൊണ്ടാണ് കോൺഗ്രസ് ജയിച്ചു പോയത്, ബാക്കി കമ്മ്യൂണിസമാണ്. അപ്പോൾ BJP ജയിക്കുകയാണെങ്കിൽ അതിൻ്റെ സപ്പോർട്ട് കമ്മ്യൂണിസ്റ്റുകാരായിരിക്കും 100%. ഗോപി ജയിച്ചത് അത് പറഞ്ഞിരി കാര്യങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവം ഉണ്ട്, പിന്നെ കുറച്ച് ഉണ്ട്, മതപ്രേരണ കുറച്ചുണ്ട്. സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചത് നന്നായിരുന്നു എന്ന് കരുതുന്നുണ്ടോ? ജയിക്കുന്നത് നല്ലതല്ല, കഴിവുള്ള ഒരു വ്യക്തിയാണ്, കഴിവുള്ള വ്യക്തിയാണ്.